ബീച്ച് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? നീ അതുകൊണ്ടാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എനിക്കറിയില്ലല്ലോ നിനക്ക് ബീച്ചൊക്കെ ഇഷ്ടാണെന്ന്. ഞാൻ ചുമ്മാ. ആയിക്കോട്ടെന്നാ. ഈ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്, നിനക്ക് എന്താണെന്നറിയോ? എനിക്കെങ്ങനെ അറിയാനാ? എനിക്കറിയില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാണ്ടിരിക്കില്ല. നീ ആലോചിച്ച് നോക്കേ. എനിക്കെന്താന്ന് ഒരത്തും പിടിയിട്ടുന്നില്ല. എടി പെണ്ണേ, ഇവിടെയല്ലേ നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? ഓ, അതാണോ? എന്ത്, അതൊരു പ്രത്യേകതയല്ലേ? പ്രത്യേകത തന്നെയാണ്. അറിയാളിതെന്തേ എന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? ഇനിയിപ്പോ പിങ്കി പറഞ്ഞതുപോലെ എന്നോട് ആണെങ്കിൽ തന്നെ എന്താ വേണ്ടേ? ഇതെന്ത് ഞാൻ മനസ്സിൽ സംസാരിക്കുന്നത്? ഇല്ല ഇയാൾ കേൾക്കുന്ന. മനസ്സിൽ സംസാരിക്കണേലേ വായിൽ പറഞ്ഞൂടാ, മനസ്സിൽ മാത്രം സംസാരിച്ചാൽ മതി. എന്നീ വായിൽ പറയുന്നതൊക്കെ എനിക്ക് കേക്കാട്ടാ. എന്നാലും ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറ. എന്താ അങ്ങനെയല്ലേ? എന്തങ്ങനെയല്ലേന്ന്? വാ നമുക്കേ അവിടെ പോവാ, വെള്ളത്തിൽ കളിക്കാം. എടി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഇതാരാ ഈ സമയത്ത് കോളാക്കുന്ന? ഹലോ, എടാ പറയടാ, എന്താ കാര്യം? എടാ ഞാൻ എത്ര സമയമായി നിന്നെ വിളിക്കുന്നേ, നിന്റെ ഫോൺ കിട്ടുന്നേ ഇല്ലല്ലോ. എന്താ കാര്യം, നീ എവിടെയാ ഉള്ളേ? ഞാൻ ഇവിടെ കുറച്ച് പുറത്തു പോയിട്ടാണുള്ളത്. എന്താ എന്താ സംഭവം? എടാ നീ പെട്ടെന്നൊന്ന് നമ്മുടെ ഓഫീസിലേക്ക് വന്നാ, പെട്ടെന്ന് വാ, ഇവിടെ ചെറിയൊരു പ്രോബ്ലം. എന്ത് പ്രോബ്ലം? അവിടെ ഫുള്ള് ഓക്കെ ആയിട്ടാണല്ലോ ഞാൻ വന്നേ, എന്താ കാര്യം? നിന്നോടല്ലേ ഞാൻ പെട്ടെന്ന് വരാൻ പറഞ്ഞ, നീ പെട്ടെന്നൊന്ന് വന്നേ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ഫുള്ളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ആ ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം, നീ ഫോൺ വെച്ചേക്ക്. എന്താ അർജുൻ, എന്താ കാര്യം? എടി അത് പിന്നെ ഇല്ലേ, ഓഫീസിൽ ചെറിയൊരു പ്രോബ്ലം. ഞാനെന്നാ ചെല്ലട്ടെ? നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ അല്ല നീ തനിച്ചു പോവോ? എന്ത് പ്രോബ്ലം? ഇന്ന് സൺഡേ അല്ലേ, സൺഡേ ആയിട്ട് എന്താ ഓഫീസില്? ആ അതെനിക്ക് അറിയത്തില്ലടി, ഞാനേ പോയിട്ടൊന്ന് അവിടെ ചെക്ക് ചെയ്തിട്ട് വരാം. നീ വീട്ടിലോട്ട് വിട്ടോ, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിന്നെ കൊണ്ടാക്കാം. വേണ്ട വേണ്ട, കൊണ്ടാക്കണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. ഇവിടെ നിന്ന് പിന്നെ അത്രയല്ലേ ഉള്ളൂ, ഞാൻ പോവാം. ശരി എന്നാ ഞാൻ പോട്ടെ. ഏട്ടാ എന്താ കാര്യം? നീ എന്താ എന്നോട് ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞ? ഏടാ ഈ RK ഗ്രൂപ്പായിട്ട് നിങ്ങക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല. എന്താ? അല്ല, നമ്മൾ വേറൊരു കമ്പനിയായിട്ട് നടത്തിയ പ്രൊപ്പോസൽ ഉണ്ടല്ലോ, ഇത് RK ഗ്രൂപ്പ് ഒന്നിച്ച് ചേർന്നിട്ട് അത് റിജക്റ്റ് ചെയ്തു. അതെന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാ. അവര് എന്താ നമ്മളോട് അടുക്കാൻ വരുന്നത്, എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. ആ പിന്നൊരു കാര്യം, ഈ RK ഗ്രൂപ്പില്ലേ നമുക്ക് സാമ്പിൾ തന്ന പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതല്ലായിരുന്നു പിന്നെ ലോഡ് ഇറക്കുന്ന സമയത്ത് ഇറക്കിയത്. അവർ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇറക്കി. അതുകൊണ്ട് ഞാൻ അവരോട് നന്നായി ചൂടായിട്ട് പിന്നെ അവരുടെ പ്രോഡക്ട്സും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫുൾ ക്യാഷ് തിരിച്ചു കൊടുത്ത്, അവരുടെ സാധനങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്തേലും ചെയ്തതായിരിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടാണോ നീ ഒന്നും പറയാതിരുന്നത്? എന്നിട്ട് നീ എന്ത് ചെയ്ത്? ഈ മെറ്റീരിയൽസിനൊക്കെ നീ എവിടെയാ പോയതപ്പോ? എന്നിട്ട് എന്ത് ചെയ്യാന്, ഞാന് അതേ പിന്നെ നമുക്ക് കുറച്ചും കൂടി കുറവ് റേറ്റിന് നല്ല പ്രോഡക്റ്റ്സ്, നല്ല മെറ്റീരിയൽസ് കിട്ടുന്ന KK മെറ്റീരിയൽസ് ഇല്ലേ, അവിടുന്ന് വാങ്ങിച്ച് അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ അവരുമായിട്ട് നല്ലൊരു ഡീലിങ്ങിൽ പോയി. ഓ അതാണ് സംഭവം, വെറുതെ അല്ല. ഈ RK ഗ്രൂപ്പ്സ് ഭയങ്കര ചോറയാണ് കേട്ടോ. അവര് നമ്മുടെ നമ്മള് ഇപ്പോ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ബാക്കിയുള്ള പ്രൊപ്പോസൽസ് ഒക്കെ ഇവർ ചെന്നിട്ട് കോളാക്കാണ് ചെയ്യുന്നുള്ളത്. അതിന് നല്ല മുട്ടൻ മറുപടി കൊടുക്കണം. അല്ല അവരെന്തിനാ ഇങ്ങനെ ചോറയാക്കുന്നത്? ആ എനിക്കറിയില്ല, ഇനിയിപ്പോ ഈ പ്രോബ്ലം എങ്ങനെയാ സോൾവ് ചെയ്യാ? എന്തിന്ന് ഇന്ന് തന്നെ സോൾവ് ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ അവരുടെ സാമ്പിൾ പ്രോഡക്ട്സും ഒറിജിനൽ പ്രോഡക്ട്സും ഇല്ലേ, അവർ ഏതൊക്കെ കമ്പനി ആയിട്ടാണോ നമ്മളെ തിരുത്താൻ നോക്കുന്നത് ആ കമ്പനിക്ക് കാണിച്ചു കൊടുക്കാം. അപ്പം ശരിയാവും, നോക്കാം. ആ ശരി ശരി, അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പം തന്നെ വാ, നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ഒന്ന് ശരിയാക്കി വരാം. ആവോ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരു വിധത്തിൽ സോൾവ് ആയി. ഇനി അവർ പ്രശ്നങ്ങളായിട്ടൊന്നും വരില്ലല്ലോ അല്ലേ? നമുക്ക് നോക്കാം. ഇനി ആരും അവർക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്നാ
വിചാരിക്കുന്നത്. നോക്കാം. അല്ലെങ്കിലും ഒറിജിനൽ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അവർ വെക്കുന്നത് അത് നല്ല കാര്യമൊന്നുമല്ലല്ലോ. നോക്കാം. കാത്തിരുന്ന് കാണാം. എക്സ്ക്യൂസ് മീ സർ. യെസ് ശ്രീലു, അകത്തേക്ക് വാ. സോറി സർ, സാറിന് വിസിറ്റർ ഉണ്ടായിരുന്നു. എന്നാ ഞാൻ പിന്നെ വരാം. നോ ശ്രീലു, നോ. ഇത് എൻ്റെ ഫ്രണ്ട് കിരൺ. ഓ അതെയോ? അതുമാത്രമല്ല, ഇത് നമ്മുടെ ബ്രാൻഡിൻ്റെ പാർട്ട്ണർ കൂടിയാണ്. പിന്നെ കുഞ്ഞുനാൾ മുതലേ എൻ്റെ ഫ്രണ്ട്, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് ഇത്. ഓ സോറി സർ, എനിക്ക് സാറിനെ അറിയില്ലായിരുന്നു. ഞാനിവിടെ അങ്ങനെ വരാറില്ല. ഇവിടെ എല്ലാം അർജുനല്ലേ നോക്കി നടത്തുന്നത്. ശ്രീലു, നീ പോയിട്ട് 2 കപ്പ് കോഫി കൊണ്ടുവന്നേ. എന്താ സർ? അതല്ല, നീ നമ്മുടെ പ്യൂണിനോട് പറഞ്ഞിട്ട് 2 കപ്പ് കോഫി കൊടുത്തേക്കിട്ടാ. ഓക്കെ സർ. ഈ പെണ്ണിന് ദിവസം കഴിയുന്തോറും ചൂടിത്തിരി കൂടുന്നുണ്ട്. എടാ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്താ കഥ? ഒന്നുമില്ല, വെറുതെ. ഓഫീസ് റൊമാൻസും കൊണ്ട് ഇങ്ങോട്ട് കയറണ്ട കേട്ടല്ല. അതൊക്കെ പുറമെ വെച്ച് മതി. ഇത് ജോലി സ്ഥാപന. ഓ ശരി മൊയിലാളി. എടാ പിന്നെ ഇല്ലേ, നീ കുറേ ആയില്ലേ ഇങ്ങോട്ട് കൊച്ചിയിലോട്ട് വന്നിട്ട്. നമുക്കേ പിന്നെ കോഴിക്കോടുള്ള ആ ബ്രാഞ്ചിലോട്ട് പോകണ്ടേ? അതെ. എടാ അതല്ല, ഞാൻ അവിടെ എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കുറച്ചും കൂടി വലിയ ബ്രാഞ്ചല്ലേ, അപ്പോൾ അവിടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അച്ഛനുള്ളതുകൊണ്ട് ഓക്കെ, നീയും കൂടി വാ. നീ ഒരാഴ്ച അങ്ങോട്ട് വന്നിട്ട് അവിടെ നമുക്ക് ഒരാഴ്ചത്തെ ജോലിയൊക്കെ ഉണ്ട്. ഒരാഴ്ചത്തെ ജോലിയോ? ഞാനിപ്പോൾ എങ്ങനെ വരാനാടാ ഇവിടെ എല്ലാം വിട്ടിട്ട്? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ മോനെ, നീ വന്നേ പറ്റൂ. എപ്പോൾ പോവാനാ നിന്റെ പ്ലാന്? നമുക്ക് നാളെ തന്നെ പോവാം. എന്തായാലും വരണം. ഒരാഴ്ചത്തെ ജോലി അവിടെ നമുക്ക് ഉണ്ട്. എനിക്ക് നിന്റെ ആവശ്യമുണ്ട് അവിടെ. ശരി എന്നാ, അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് പറയാം. നീ അച്ഛനൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ഞാനെല്ലാം വിളിച്ച് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ വരാം. അപ്പോൾ പോവാണല്ലേ? നമുക്ക് ശ്രീലൂനെയും കൂട്ടണം. ശ്രീലൂനെയോ? ശ്രീലൂന് എന്താ ആവശ്യത്തിനാണ് വിളിക്കുന്നത്? അവള് എന്തിനാടാ? ഞാനേ അമ്മയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എനിക്ക് ശ്രീലൂനെ പരിചയപ്പെടുത്തണം എന്ന്. അപ്പോൾ അവളെയും കൂടി വിളിച്ചോണ്ട് പോവാ, അമ്മക്ക് പരിചയപ്പെടുത്തി കൊടുക്കാലോ. അമ്മയോട് പറഞ്ഞെന്നോ? എന്ത് പറഞ്ഞെന്ന്? നിന്നോടല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരോട് ഇപ്പം പറയണ്ടാന്ന്. അതല്ല, ഞാൻ അമ്മയോട് ഇങ്ങനെ ചേച്ചിക്കും കുഞ്ഞിനും ബ്ലഡ് ഡൊണേറ്റ് ആക്കിയതല്ലേ, ബ്ലഡ് ഡൊണേറ്റ് ആക്കിയ കുട്ടിയെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണല്ലോ. ഓക്കെ, എന്നാൽ ശരി, ഞാൻ പോകുന്നു. എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്. നീ നിന്റെ ജോലിക്ക് തുടർന്നോ, ഞാൻ പോട്ടെ. എന്നാലും ഇവൻ എന്താ ഇങ്ങനെ പറയുന്നത്? അമ്മക്ക് അച്ഛനൊക്കെ എത്ര സന്തോഷമാവുന്നറിയോ ഇവളാണ് ആ കുട്ടി എന്ന് പറഞ്ഞാൽ. എന്തേലും ഉണ്ടാവും, പിന്നീട് ഒരു ദിവസം പറയാം. എന്നാലും എന്തായിരിക്കും, ഒരു മനസ്സിന് സമാധാനേ കിട്ടുന്നില്ല. എന്നാലും അവനെന്താ അങ്ങനെ പറഞ്ഞ? എന്തേലും ഉണ്ടാവും.